അച്യുതവാര്യർ അവാർഡ് PV അയ്യപ്പേട്ടന്റെ പ്രഥമ അവാർഡ് പ്രഖ്യാപനമാണ് നടത്തുന്നത്. നമ്മൾ ഒരു മാസം മുമ്പ് ജഡ്ജ്മെന്റ് എല്ലാം പൂർത്തിയായതാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതിന്റെ വിവരങ്ങൾ കാമരാജ് ഞങ്ങളോട് പറയാം. കുറേയേറെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളോട് നിങ്ങളുടെ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രസ് ക്ലബിൻ്റെ PV അച്യുതവാര്യർ അവാർഡും PV അയ്യപ്പൻ അവാർഡുമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. പ്രസ് ക്ലബ്ബ് 2 അവാർഡുകളാണ് കൊടുക്കുന്നത്. അച്യുതവാര്യരുടെ പേരിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അച്ചടി ദൃശ്യ മാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടുകൾക്കാണ് പുരസ്കാരങ്ങൾ ഉള്ളത്. മറ്റൊന്ന് അമൃത TVയിലെ ക്യാമറാമാനായിരുന്ന PV അയ്യപ്പൻ്റെ പേരിലുള്ള പ്രഥമ വീഡിയോഗ്രാഫി പുരസ്കാരം. ഈ വർഷം അച്യുതവാര്യരുടെ പേരിലുള്ള അച്ചടി മാധ്യമങ്ങളിലെ അവാർഡിന് നല്ല പ്രതികരണം തന്നെയാണ് കിട്ടിയത്. 10 എൻട്രികളാണ് ഇവിടെ ലഭിച്ചിരുന്നത്. ഈ 10 എണ്ണത്തിൽ പരിസ്ഥിതിയാണ് വിഷയം. 10 പല തരത്തിലും ഭേദപ്പെട്ടവയാണ്. പക്ഷെ നമ്മുടെ അവാർഡ് വാർത്തയ്ക്കാണ്. വാർത്തയും ഫീച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെയാണ് പലരും നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സൺഡേ സപ്ലിമെന്റിലും അതുപോലുള്ള കൂടുതൽ സ്ഥലം കിട്ടുന്ന ഇടങ്ങളിലൊക്കെ എഴുതിയ പല ലേഖനങ്ങളുമാണ് നമുക്ക് കിട്ടിയത്. അവിടെയാകുമ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ അതൊരു വാർത്തയാകുമ്പോൾ വാർത്തയ്ക്ക് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ വളരെ ചുരുങ്ങിയ സ്ഥലമേ ഉണ്ടാവുള്ളൂ. ആ ചുരുങ്ങിയ സ്ഥലത്തിനുള്ളിൽ പരമാവധി കാര്യങ്ങൾ വായനക്കാരിൽ എത്തിക്കാൻ കഴിയും. അത് വളരെ വലിയൊരു കലയാണ്. അത്തരത്തിലല്ല കിട്ടിയിരിക്കുന്ന പല എൻട്രികളും എന്നുള്ളതാണ് പ്രധാനം. അതൊക്കെ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പരിസ്ഥിതി സംബന്ധമായ വാർത്ത എന്ന പരിഗണനയ്ക്ക് അർഹമായത് രാജവെമ്പാലയുടെ പ്രജനന കാലത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയും യൂക്കാലിപ്റ്റസ് വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയും ആണ്. ഇതിൽ ഇങ്ങനെ മികച്ചത് എന്ന് തോന്നിയ 2-3 ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഈ പരിസ്ഥിതിപരമായ മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൽ വരുന്ന മാറ്റങ്ങൾ, ആഗോള താപനവും മറ്റും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതിപ്പോൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് മനുഷ്യനെ മാത്രമല്ല സമസ്ത ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് പൊതുവെ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ കോവിഡിന് ശേഷം ഉള്ള പുതിയൊരു പ്രയോഗം തന്നെ 1 വേൾഡ് 1 ഹെൽത്ത് എന്നുള്ളതാണ്. ഏക ലോകം ഏക ആരോഗ്യം എന്നുള്ളതാണ്. മനുഷ്യന്റെ ആരോഗ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, മറ്റ് ജീവജാലങ്ങളെ കൂടി നമ്മുടെ പരിഗണനയുടെ ഉള്ളിൽ കൊണ്ടുവരണം, എങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്, സമൂഹത്തിനുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സമീപനത്തോടുകൂടി തയ്യാറാക്കിയ ഒരു വാർത്തയാണ് ഈ പറയുന്ന ഈ രാജവെമ്പാലയുടെ പ്രജനനകാലത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് വന്ന വാർത്ത. വളരെ ചെറിയ വാർത്തയാണ്, പക്ഷെ അതിനകത്ത് വളരെ ശാസ്ത്രീയമായ ഒരു സമഗ്രതയോടുകൂടി സൂക്ഷ്മതയോടുകൂടി തന്നെ ആ ലേഖകൻ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളതിനെ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തത്. ആ അവാർഡിന് മികച്ച ഈ പറയുന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ ആയിട്ടുള്ള സയൻസനാണ് ഈ പുരസ്കാരം നൽകാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നത്. സയൻസൺ എന്നുള്ള പേര് തന്നെ വളരെ ശ്രദ്ധേയമാണ്. സയൻസ് ഉള്ളതിൽ ആണല്ലോ. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ വാർത്തയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് വളരെ ശ്രദ്ധേയമായിട്ട് അതിന് ശാസ്ത്രമുണ്ട്, വാർത്തയുണ്ട്, മറ്റതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് സമഗ്രമായിട്ട് അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സയൻസിന് ആ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. രണ്ടാമത്തെ അവാർഡ് അച്യുതവാര്യരുടെ പേരിൽ തന്നെയുള്ള പരിസ്ഥിതി സംബന്ധമായ വാർത്താ ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത പ്രത്യേക റിപ്പോർട്ടിനുള്ള അവാർഡാണ്. 8 എൻട്രികളാണ് ഇത്തവണ അതിന് ലഭിച്ചത്. അവയിൽ അവതരണത്തിന്റെ സമഗ്രത കൊണ്ട്, പ്രമേയത്തിന്റെ സാമൂഹ്യ പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ജലജീവി എന്ന ദൃശ്യവും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ദൃശ്യവുമാണ്. ജീവന്റെ ഉറവിടം തേടി എന്ന തലക്കെട്ടിലുള്ള 19 മിനിറ്റുള്ള ദൃശ്യം ജലത്തിന്റെ പ്രാധാന്യവും ഗ്രാമീണർ
അവലംബിച്ചിരുന്ന ജലശേഖര മാർഗങ്ങളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു ദൃശ്യമാണ്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ, വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ അത് അവതരിപ്പിക്കാൻ അതിൻ്റെ റിപ്പോർട്ടിൽ സാധിച്ചിട്ടുണ്ട്. ശ്രീഭദ്രെ എന്ന പരിസ്ഥിതി പ്രവർത്തകന്റെ വാക്കുകളിലൂടെയും കാഴ്ചപ്പാടിലൂടെയുള്ള അവതരണം അത് കുറെ കൂടി ശ്രദ്ധേയമാണ്. ആളുകൾ ഈ വിഷയത്തിൽ കൂടുതൽ അവഗാഹം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യം നമുക്ക് സമ്മാനിച്ച മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം യൂണിറ്റിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ EV ഉണ്ണികൃഷ്ണനാണ് നമ്മൾ ഈ അവാർഡ് നിർദ്ദേശിച്ചിട്ടുള്ളത്, കൊടുക്കാൻ പറഞ്ഞത്. മറ്റൊന്ന്, ഇത് രണ്ടും നമ്മുടെ തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടത്തി കൊടുത്തു വരുന്ന അവാർഡുകളാണ്. മറ്റൊന്ന് പുതുതായിട്ട് ഈ വർഷം കൊടുത്തു വരുന്നതാണ് PV അയ്യപ്പന്റെ പേരിലുള്ള അവാർഡ്. ഈ അവാർഡ് പ്രഥമ വീഡിയോഗ്രാഫിക്കുള്ള പുരസ്കാരമാണ് നമ്മൾ ഈ വർഷം നൽകുന്നത്. അതിന് നിർദ്ദേശിക്കുന്നത് അമൃത TV ക്യാമറാമാൻ PV അയ്യപ്പന്റെ സ്മരണാർത്ഥം തൃശ്ശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയുള്ള ഈ അവാർഡിന് ഈ വർഷം 19 എൻട്രികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പലതിലും സംഭാഷണങ്ങൾക്ക് മേൽക്കൈ ലഭിച്ചതായി. ഫോട്ടോഗ്രാഫിയിൽ സംഭാഷണങ്ങളല്ല, വീഡിയോഗ്രാഫിയാണ്. അതിൽ സംഭാഷണങ്ങളെക്കാൾ കൂടുതൽ അതിൽ ദൃശ്യമാണ് സംസാരിക്കേണ്ടത്. പക്ഷേ കിട്ടിയിരിക്കുന്ന പല ഫോട്ടോസിലും കൂടുതലായിട്ട് സംഭാഷണങ്ങൾ പ്രാധാന്യം നേടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയത്. എങ്കിലും ഇതിൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതായിട്ട് തോന്നിയത് ഒന്ന്, കൊടുഞ്ചൂട് കൊണ്ട് അവശനായ പരുന്തിന് രക്ഷകരായി എത്തിയ മാധ്യമപ്രവർത്തകരെ കുറിച്ചുള്ള മനോഹരമായ ഒരു ദൃശ്യമാണ്. പരുന്തിന്റെ ദൈന്യം, അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാധ്യമപ്രവർത്തകരാണ് ജാഗ്രത, ഇതൊക്കെ അത് വളരെ മനോഹരമായിട്ട് അതിനെ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, അതിജീവനത്തിന്റെ പലായനം എന്ന മണ്ണിരകളുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള പലായനത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങളാണ് മറ്റൊരു ദൃശ്യം. പിന്നെ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ വളരെ സമഗ്രമായി ഇറക്കിയ മറ്റു വാർത്താ ദൃശ്യമുണ്ട്. അതൊക്കെ വളരെ പഠനാർഹമാണ്. ആളുകൾക്ക് വളരെയധികം ഇൻഫർമേറ്റീവായിട്ടുള്ള സാധനമാണ്. അവരൊക്കെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പക്ഷേ അവാർഡ് ഒന്നല്ലേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഈ അവാർഡിന് ഇത്തവണ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മീഡിയ 1 കൊച്ചി യൂണിറ്റിലെ സീനിയർ ക്യാമറ പേഴ്സൺ സഞ്ജു ചെപ്പറ്റമ്മിൽ പകർത്തിയ ചൂരൽമലയിലെ പുതിയ പാഠങ്ങൾ എന്നുള്ളതാണ്. കാരണം അത് വളരെ രസകരമായി തന്നെ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം തൊട്ട് ഇപ്പോഴത്തെ അവസ്ഥ വരെ ഭാവി വർത്തമാനമൊക്കെ കാണികൾക്ക് എത്തിച്ചു കൊടുക്കാവുന്ന രീതിയിൽ തന്നെ മനോഹരമായിട്ട് അതിനെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിന് ആ രീതിയിലേക്ക് അവാർഡിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് 3 ഈ അവാർഡുകൾ. ഇതിൽ എടുത്തു പറയാനുള്ള 1-2 കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന വാർത്ത എഴുതുമ്പോൾ പ്രത്യേകിച്ച് സയൻസ് ജേർണലിസം എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാഖ തന്നെയാണ് ജേർണലിസത്തിന്. എനിക്ക് തോന്നുന്നത് വേണ്ടത്ര നമ്മുടെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ചില പത്രങ്ങൾ മാത്രമേ സയൻസ് ജേർണലിസത്തിന് പ്രത്യേക ആളുകളെ വെക്കുന്നുള്ളൂ. സയൻസ് ജേർണലിസ്റ്റുകളെ കുറിച്ച് വളരെ പ്രസിദ്ധനായ നമ്മുടെ വിഷ്ണു നാർലിക്കർ കഴിഞ്ഞ വർഷം അന്തരിച്ച ലോകപ്രസിദ്ധനായ സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ ലേഖനം തന്നെയുണ്ട് സയൻസ് ജേർണലിസ്റ്റിനെ കുറിച്ച്. അദ്ദേഹം വളരെ കഥകളിൽ കൂടി അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. വലിയ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഇത് മുഴുവൻ കേട്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു, സാർ താങ്കൾ സംസാരിച്ചതിന്റെ കുറിപ്പ് കയ്യിലുണ്ടോ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, താങ്കൾ ഇതുവരെ ഇതൊക്കെ കേട്ടതല്ലേ നിങ്ങൾ, പിന്നെന്താ? ഇല്ല സാർ, എന്നാലും അത് താങ്കൾ എഴുതി കുറിപ്പിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞൊന്നും മനസ്സിലായില്ല അതിന്റെ അർത്ഥം. അപ്പൊ അത്തരത്തിലാണ് പലപ്പോഴും ഈ സയൻസുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വിഷയങ്ങളെ പത്രക്കാരെ സമീപിക്കുന്നത്. അല്പം ലാഘവ ബുദ്ധിയോടാണ് സമീപിക്കുന്നതെന്ന് JV നാർലിക്കറെ പോലുള്ളവരൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ സയൻസിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ സയൻസിനും സാങ്കേതിക വിദ്യക്കുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ സാമൂഹികമായ സവിശേഷതകൾ സമൂഹത്തിൽ എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ് മാധ്യമപ്രവർത്തകർ. അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ സമീപിക്കേണ്ടതുണ്ട്. അതിന്റെ സമഗ്രത, അതിന്റെ ശാസ്ത്രീയത, അതിന്റെ കൃത്യത, അതിന്റെ സൂക്ഷ്മത സാധാരണ പത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് ബലമെന്ന് ഉപയോഗിക്കുന്നു, ശക്തി എന്ന് ഉപയോഗിക്കുന്നു. സാധാരണ ഇതിലൊരു അർത്ഥത്തിലാണെങ്കിലും സയൻസ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പവറും ഫോഴ്സും രണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വിഷയത്തിന് പ്രാധാന്യം കൊണ്ടുകൊണ്ട് അത് ഒന്ന് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാറുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന അവിടെയും ഈ ഒരു ദൃശ്യത്തിൽ കൂടി എത്രമാത്രം ആളുകളിലേക്ക് ഈ ആശയങ്ങൾ എത്തിക്കാൻ കഴിയുന്നു, അതിന്റെ സാമൂഹ്യമായ പ്രാധാന്യം എന്താണ്, അതാണല്ലേ എല്ലാറ്റിനും സാമൂഹ്യമായ ഒരു പ്രാധാന്യമല്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇതിനെ കാണുമ്പോഴാണ് നമുക്ക് ഈ അവാർഡിന്റെ പ്രാധാന്യം മനസ്സിലാവുക. അച്യുതവാര്യർ ആ കാര്യത്തിൽ എപ്പോഴും വളരെ താല്പര്യം കാണിച്ച ഒരാളായിരുന്നു. നിങ്ങൾക്കറിയാം, സൈലന്റ് വാലി പ്രക്ഷോഭത്തിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സൈലന്റ് വാലി പദ്ധതി നടപ്പിലാക്കണമെന്ന് വാദിച്ചപ്പോൾ അതിന്റെ പരിസ്ഥിതി പ്രാധാന്യം വളരെ കാലം മുമ്പ് തന്നെ, ഇതിപ്പം പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ കാലത്ത് 1979-80 കാലഘട്ടത്തിൽ വലിയ പരിസ്ഥിതി കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് പോലും ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
അതിനുവേണ്ടി വാദിച്ച ഒരാളാണ് അച്യുതവാര്യർ. അത് തന്നെയാണ് പ്രാധാന്യം. അച്യുതവാര്യർ ഇതിൽ മാത്രമല്ല വിദ്യാഭ്യാസ കാര്യത്തിലും മറ്റ് സാംസ്കാരിക പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട ഒരാളാണ്. ആ പ്രാധാന്യം അന്നേ ഇവരൊക്കെ ഈ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോഴുള്ള ആൾക്കാർ എത്ര പേർക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള വളരെ മഹാരഥന്മാരായ പത്രപ്രവർത്തകന്മാരെ ജേർണലിസ്റ്റുകൾ വിഹരിച്ച ഒരു മേഖലയാണ് നമ്മളിതാണ്. മഹാഭാരതത്തിൽ അഭിമന്യു യുദ്ധത്തിന് പോകുമ്പോൾ പറയുന്നുണ്ട്, നീ ഒരു കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അഭിമന്യു പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാവനോട് താതന ഓർക്കുന്നതാണ്. അതുപോലെ നമ്മൾ എത്ര തന്നെ ദുർബലന്മാരാണെങ്കിലും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മുൻ തലമുറയാണ്. അങ്ങനെ മഹാരഥന്മാരുണ്ടായിരുന്നു, അവരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധം നമുക്ക് ഉണ്ടാകണമെന്ന് നമ്മുടെ പത്രപ്രവർത്തകർ പ്രത്യേകം ഓർക്കണം. അതിന് സഹായിക്കുന്ന വിധത്തിലുള്ള ചില റിപ്പോർട്ടുകളും ചില ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയത് എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതുകൊണ്ടാണ് ഈ 3 പേരെയും ഈ അവാർഡിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൽ SP രവി, പരിസ്ഥിതി പ്രവർത്തകനായ SP രവി ഉണ്ടായിരുന്നു. മാധ്യമരംഗത്ത് വളരെ പരിചയസമ്പന്നനായ CA കൃഷ്ണൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരാണ് ഈ അവാർഡിന്റെ തീരുമാനിച്ചത്. ഓക്കെ.